ചേർത്തല തിരോധാന കേസിൽ സംശയനിഴലിൽ മുൻ ഉദ്യോഗസ്ഥർ. പ്രതി സെബാസ്റ്റ്യന് സഹായകമായ നിലപാടുകൾ അന്നത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചെന്നാണ് സംശയം. പ്രാഥമിക അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തേക്കും. ആദ്യഘട്ട അന്വേഷണത്തിൽ അട്ടിമറി നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. പ്രതിയുടെ പെരുമാറ്റ രീതികളിൽ പോലീസ് പരിശീലനവും സംശയിക്കുന്നുണ്ട്. ശരത് എസ് നമുക്കൊപ്പം ചേരുന്നു. ശരത് എസ്, ഗുഡ് മോർണിംഗ്. സെബാസ്റ്റ്യന് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ? ആ സംശയം തോന്നാൻ കാരണം എന്താണ്? ഗുഡ് മോർണിംഗ് സുജിയ പാർവതി. ചേർത്തല തിരോധാന കേസിൽ ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസാണ്. ആ ഘട്ടത്തിൽ പോലും അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല എന്ന് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ബിന്ദു പത്മനാഭന്റെ കേസിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണം നടന്നില്ല. ഒപ്പം ബിന്ദുവിന്റെ സ്വത്തുക്കൾ വ്യാജമായി കൈക്കലാക്കാൻ സബാസ് ശ്രമിച്ചു എന്നത് മാത്രമാണ് കാര്യമായി അന്വേഷിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തിരോധാന കേസിൽ സബാസിന്റെ പങ്ക് ഇപ്പോഴും വ്യക്തമാവാതെ നിലനിൽക്കുകയാണ്. ആ സമയത്ത് തെളിവുകളടക്കം കാര്യമായി ശേഖരിക്കാതിരുന്നാണ് ഇപ്പോഴും അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. അതിനുശേഷം ഐഷ തിരോധാന കേസിലും സബാസിന്റെ പങ്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ റോസമ്മയുടെ ഒരു പ്രതികരണം വരുന്നതുവരെ ആ സബാസിന്റെ പങ്ക് പുറത്തു വന്നിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ തുടക്കഘട്ടത്തിൽ അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ അത് മറിച്ചിരുന്നു എന്നുള്ള സംശയം ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും മുൻ ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം ഈ നിലവിൽ അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ ഒരുപക്ഷം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തെളിവുകളൊന്നും തന്നെ കാര്യമായി ലഭിക്കാത്ത കൂടി സാഹചര്യത്തിലാണ് ഇത് നശിപ്പിക്കപ്പെട്ടോ എന്നടക്കമുള്ള സംശയം കൂടി നിലനിൽക്കുന്നത്. മാത്രമല്ല പലതവണ ചോദ്യം ചെയ്യുമ്പോഴും ഒരു പോലീസ് പരിശീലനം ലഭിച്ച രീതിയിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ചിരുന്നു എന്ന രീതിയിലൊക്കെ തന്നെയാണ് സെബാസ്റ്റ്യന്റെ പെരുമാറ്റവും മറുപടിയും ഒക്കെ തന്നെ. ആ രീതിയിൽ ഒരു പോലീസ് പരിശീലനം കൂടി സെബാസ്റ്റ്യൻ ലഭിച്ചു എന്ന സംശയം ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടി വിവരം തേടാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥരെ നിലവിൽ ഇക്കാര്യം അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ശരത് എസ് ആണ്. ആലപ്പുഴയിൽ നിന്ന് സെബാസ്റ്റ്യനെ സഹായിച്ചോ? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്.